ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് ആത്മോപദേശ ശതകം കൃതിയിലെ 41ാമത് ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളേവരും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. ഇതു കുടമെന്നതിലാദ്യമാമിതെന്നുള്ളതു വിഷമാ കുടമോ വിശേഷമാകും. മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിനിതുതാൻ കരുവെന്നു കണ്ടിടേണം. ഇത് കുടമെന്നതിലാദ്യമാമിതെന്നുള്ളതു വിഷമാ കുടമോ വിശേഷമാകും. മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിനിതുതാൻ കരുവെന്നു കണ്ടിടേണം. നമുക്കാദ്യം ഓരോ പദത്തിൻ്റെയും അർത്ഥം പഠിക്കാം. ഇത് കുടമെന്നതിനാൽ, അല്ലെങ്കിൽ ഇത് കുടമെന്നതിൽ, കുടം കാണിച്ചിട്ട് പറയുകയാണ്. ഇത് കുടമാണെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ ഇതെന്നുള്ളത്, അതായത് ഇത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വിഷമ, അന്യയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ് വീണ്ടും പഠിക്കുന്നത്. വിഷമ, അന്യയാണ് ഇത് കുടം എന്ന് പറയുന്നത്. കുടമോ അല്ലെങ്കിൽ കുടമെന്നത് വിശേഷമാകും. അന്യയുടെ വിശേഷ രൂപമായ അറിവാണ് ഇവിടെ കുടത്തിനോട് ഉപമിച്ചിരിക്കുന്നത്. മതി മുതലായ, മതി അന്ധക്കരണ വൃത്തികളുടെ, മഹേന്ദ്രജാലം ഇന്ദ്രജാലം കൊണ്ടുണ്ടാകുന്ന കാഴ്ചകൾ. ഇന്ദ്രജാലം കൊണ്ടുണ്ടാകുന്ന കാഴ്ചകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഉള്ളതാക്കി കാണിക്കുന്നത് ഇന്ദ്രജാലമാണ്. ഉണ്ടാകുന്നതിന് ഇതുതാൻ, ഇത്, അതായത് ഇത് അന്യയുടെ ശക്തി രൂപമാണ്. കരുവെന്നാൽ കാരണമായിരിക്കുന്നത് കണ്ടിടേണം, മനസ്സിലാക്കണം. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച അന്യയുടെ സാമാന്യം, വിശേഷം എന്ന തരത്തിലുള്ള പ്രവർത്തനത്തെ നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ അനുഭവത്തെയും ഉദാഹരണ സഹിതം ഇവിടെ ഗുരു നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഓരോ വസ്തുവിനെ കാണുമ്പോഴും കുടമെന്നും കുടയെന്നും വടിയെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നാം ആലോചിക്കാറുണ്ടോ? ഓരോ വസ്തുവിനെക്കുറിച്ചും അതിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നാം പറയുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? ഒരാൾ നമ്മളോട് ഇത് എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ബാക്കി പറയുന്നില്ല എങ്കിൽ ഇതെന്താണെന്നറിയാൻ നമുക്ക് ഒരാകാംക്ഷയുണ്ടാകും. ആലോചിച്ച് നോക്കുക. ഒരാൾ സംസാരിച്ചിട്ട് ഇത് എന്ന് പറയുകയാണ്, പിന്നെ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിൽ ബാക്കി പറയുന്നില്ല എങ്കിൽ നമുക്ക് ഇത് എന്നത് എന്താണെന്നറിയാൻ ഒരാകാംക്ഷയുണ്ടാകും. ഉടൻ നമ്മൾ അയാളോട് ചോദിക്കും, ഇത് എന്താണ്? ഇതെന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? ഒന്ന് വിശദമാക്കൂ. ഇത് എന്ന സാമാന്യ ജ്ഞാനത്തിൽ ഒരുപാട് വിശേഷ ജ്ഞാനങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് നാം അറിയണം. ഇത് കുടമാകാം, വടിയാകാം, അല്ലെങ്കിൽ മറ്റു പലതുമാകാം. അങ്ങനെ ഇത് എന്ന സാമാന്യമായ അറിവിൽ നിന്ന് എണ്ണമറ്റ വിശേഷ ജ്ഞാനങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് എന്ന സാമാന്യ ബോധം ഈ പ്രപഞ്ചത്തിലെ എല്ലാവിധ നാമരൂപങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം.
അങ്ങനെയാകുമ്പോൾ ഇതെന്നത് എല്ലാറ്റിനും ഉണ്മ കൊടുക്കുന്ന ജനനിയായി കാണണം എന്ന് സാരം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന അന്ധക്കരണ വൃത്തികൾക്കെല്ലാം കാരണം ഇത് തന്നെയാണ്. ഇക്കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഗുരു ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്കൊന്നുകൂടി ആലപിക്കാം. ഇത് കുടമെന്നതിലാദ്യമാമിതെന്നുള്ളതു വിഷമാക്കുടമോ വിശേഷമാകും. മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിനിതുതാൻ കരുവെന്നു കണ്ടിടേണം. നന്ദി, നമസ്കാരം.